BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലെത്തില്ല. മല്ലികാർജ്ജുൻ ഖാർഗെ പകരമെത്തും. UDFന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലെത്തില്ല. മല്ലികാർജ്ജുൻ ഖാർഗെ പകരമെത്തും. ഇന്നലെ രാത്രിയിൽ സോണിയാഗാന്ധിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനെ തുടർന്നാണ് കോഴിക്കോട്ടെ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചത്. വൈകിട്ട് കോഴിക്കോട്ടെ കടപ്പുറത്തെ മഹാറാലിയിലാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുകയെന്ന് അറിയിച്ചിരുന്നത്. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണവുമായി ബന്ധപ്പെട്ടാണ് മഹാറാലി നടക്കുക. കേരളത്തിൽ വർഗീയ കക്ഷികളുമായി കച്ചവടമുണ്ടാക്കിയത് UDF. ജമാഅത്ത് ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കിയത് സതീശന്റെ പാർട്ടി A. വിജയരാഘവൻ. കേരളത്തിൽ വർഗീയ കക്ഷികളുമായി കച്ചവടമുണ്ടാക്കിയത് UDF ആണെന്ന് CPIM നേതാവ് A. വിജയരാഘവൻ. VD സതീശൻ ഈ ഡീലിന്റെ ഹോൾസെയിൽ ഡീലറാണ്. വർഗീയ കക്ഷികളുമായി സന്ധി ചെയ്ത് ഹോൾസെയിൽ ഡീലറാണ് സതീശൻ. ജമാഅത്ത് ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കിയത് സതീശന്റെ പാർട്ടിയാണ്. അധികാരത്തിലിരുന്നപ്പോൾ അധികാരം പങ്കുവച്ച് നൽകിയത് ഇവരാണ്. BJPയുമായി തരാതരത്തിൽ വോട്ട് കച്ചവടം നടത്തുന്നു. ഡീലിന്റെ എക്സ്പേർട്ട് സതീശനാണ്. G. സുധാകരൻ UDFന്റെ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുത്ത് പിന്നീട് പറഞ്ഞത് എനിക്ക് BJPയുടെ വോട്ട് ലഭിക്കും എന്നാണ്. ഇവിടെയാണ് യഥാർത്ഥ ഡീൽ നടന്നത്. കേരളത്തിൽ പലയിടത്തും UDF നടപ്പാക്കുന്നതും ഇതാണ്. മരണത്തിലും വെളിച്ചമായി ഹരീഷ് റാണയുടെ അവയവങ്ങൾ ദാനം ചെയ്തു. മരണത്തിലും വെളിച്ചമായി ആദ്യമായി ദയാവധത്തിന് വിധേയനായ ഹരീഷ് റാണയുടെ അവയവങ്ങൾ ദാനം ചെയ്തു. അവയവങ്ങൾ ദാനം ചെയ്യുവാൻ കുടുംബം നേരത്തെ തന്നെ സമ്മതം അറിയിച്ചിരുന്നു. ഹരീഷിന്റെ ഹൃദയവാൽവുകളും കോർണിയയുമാണ് ദാനം ചെയ്തത്. ഇന്നായിരുന്നു ഡൽഹിയിൽ ഹരീഷ് റാണയുടെ സംസ്കാരം. ഡൽഹി ഗ്രീൻ പാർക്ക് ശ്മശാനത്തിൽ മതാചാര പ്രകാരമാണ് ഹരീഷിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. കഴിഞ്ഞ ദിവസമാണ് ഹരീഷ് റാണ അന്തരിച്ചതായി ഡൽഹി എയിംസ് ആശുപത്രി സ്ഥിരീകരിച്ചത്. ദയാമരണം നിയമവിധേയമാക്കിയതിനു ശേഷം ആദ്യമായി ദയാവധത്തിന് സുപ്രീംകോടതി അനുമതി നൽകിയ വ്യക്തിയെന്ന നിലയിൽ ഹരീഷ് റാണയുടെ പേര് രാജ്യത്തെ നിയമചരിത്രത്തിന്റെ ഭാഗമായി. സോണിയാഗാന്ധിയുടെ ആരോഗ്യനില തൃപ്തികരം. ഡോക്ടർമാരുടെ പ്രത്യേക സംഘം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. സോണിയാഗാന്ധിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി. വയറിലും മൂത്രനാളത്തിലും ഉണ്ടായ അണുബാധയെ തുടർന്നാണ് വിദഗ്ധ പരിശോധനകൾ നടത്തുന്നത്. ഡോക്ടർമാരുടെ പ്രത്യേക സംഘം ആരോഗ്യനില സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. സോണിയാഗാന്ധിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് സർ ഗംഗാറാം ആശുപത്രി ചെയർമാൻ ഡോക്ടർ അജയ് സ്വരൂപ് വ്യക്തമാക്കി. വന്ദേമാതരം സർക്കുലറിൽ ഇടപെടാതെ സുപ്രീംകോടതി. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിനെതിരായ ഹർജി തള്ളി. വന്ദേമാതരം സർക്കുലറിൽ ഇടപെടാതെ സുപ്രീംകോടതി. സർക്കാർ പരിപാടികളിൽ വന്ദേമാതരം ആലപിക്കണമെന്ന നിർദ്ദേശത്തിനെതിരായ ഹർജിയിൽ ഇടപെട്ടില്ല. നിർദ്ദേശം നിർബന്ധമായി നടപ്പാക്കണമെന്ന് സർക്കുലറിൽ ഇല്ലെന്ന് കോടതി. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിനെതിരായ ഹർജി സുപ്രീംകോടതി തള്ളി. ദേശീയ പതാക ഉയർത്തൽ, രാഷ്ട്രപതിയുടെ സന്ദർശനം, രാഷ്ട്രപതിയുടെ അഭിസംബോധന തുടങ്ങിയ ചടങ്ങുകളിൽ ആണ് വന്ദേമാതരം നിർബന്ധമാക്കിയത്. ദേശീയ ഗീതത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. വന്ദേമാതരത്തിന്റെ 6 ചരണങ്ങൾ ഉള്ള 3 മിനിറ്റ് 10 സെക്കൻഡ് ദൈർഘ്യമുള്ള പതിപ്പാണ് നിർബന്ധമാക്കിയത്. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. റിപ്പോർട്ടർ ടിവിയുടേത് തട്ടിക്കൂട്ട് ലൈസൻസ്. ഒരു നിമിഷം പോലും പ്രവർത്തിക്കുവാൻ അനുമതിയില്ല. സാബു M. ജേക്കബ്. റിപ്പോർട്ടർ ചാനലിനെതിരെ 2020 ചീഫ് കോർഡിനേറ്റർ സാബു M. ജേക്കബ്. റിപ്പോർട്ടർ ടിവിയുടേത് തട്ടിക്കൂട്ട് ലൈസൻസ് ആണെന്ന് സാബു M. ജേക്കബ് പറഞ്ഞു. ഉടമകളായ ആന്റു സഹോദരന്മാർക്ക് ദേശീയ സുരക്ഷാ അനുമതി ലഭിച്ചില്ല. ഒരു പാസ്പോർട്ട് എടുക്കണമെങ്കിൽ പോലീസ് ക്ലിയറൻസ് വേണം. ഇവിടെ ഒരു ചാനൽ തന്നെ ബ്രോഡ്കാസ്റ്റ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചു എന്നുള്ളത് ദുരൂഹമാണെന്നും സാബു M. ജേക്കബ് പറഞ്ഞു. കേരളം പിടിക്കുവാൻ BJP. പ്രധാനമന്ത്രി 29-ന് എത്തും. തൃശൂരിൽ റോഡ് ഷോ. കേരളത്തിലെ BJP പ്രചാരണം ശക്തമാക്കുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്ന് BJP നേതാവ് MT രമേശ്. പ്രധാനമന്ത്രി 29-ന് കേരളത്തിലെത്തും. 2 ഘട്ടങ്ങളിലായിട്ടാണ് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം. 1ാം ഘട്ടം ഈ മാസവും 2ാം ഘട്ടം ഏപ്രിൽ ആദ്യവാരവും. മാർച്ച് 29-ന് തൃശൂരിലും പാലക്കാടുമാണ് പരിപാടികൾ. തൃശൂരിൽ വൈകുന്നേരം 4:30-ന് സ്വരാജ് റൌണ്ടിൽ റോഡ് ഷോ നടത്തും. പാലക്കാട് പൊതുസമ്മേളനമാണ് നടക്കുന്നത്. തൃശൂർ റവന്യൂ ജില്ലയിലെ എല്ലാ പ്രവർത്തകരും റോഡ് ഷോയിൽ പങ്കെടുക്കുമെന്നും MT രമേശ് വ്യക്തമാക്കി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.